എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ച് സ്വയം പരിഹാസരായി വൃത്തികേട് കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ഗേ ആയാലും ലെസ്ബിയൻ ആയാലും ഏതൊക്കെ വിഭാഗങ്ങളുണ്ട് അവരെ എല്ലാവരും തള്ളിപ്പറയും. ഹായ് ഗൈസ്, ബിഗ് ബോസ് ടോപ്പിക്കുകൾ പൊതുവേ സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പക്ഷേ എന്നെക്കൂടെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ പറ്റും എന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിലുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ റിയാസ് സലീം ബിഗ് ബോസിൽ കയറിയിരിക്കുകയാണ്. റിയാസ് ബിഗ് ബോസിൽ കയറി, അല്ലെങ്കിൽ റിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊമോ വീഡിയോ കണ്ട സമയം തന്നെ ഞാൻ 100% പ്രതീക്ഷിച്ചതാണ് ഇത് നമ്മളുടെ ലക്ഷ്മിക്ക് ഉള്ള ഒരു അമ്പ് തന്നെയാണ് എന്ന്. ഇപ്പം നമ്മുടെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ശോഭ വിശ്വനാഥ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ലക്ഷ്മിക്കാണ്. കാരണം അത്രത്തോളം ഹെയ്റ്റ് ജനറൽ പബ്ലിക്കിന് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. അപ്പോൾ റിയാസ് ബിഗ് ബോസിൽ കയറി, റിയാസ് ബാക്കി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. റിയാസിൻ്റെ ഒരു ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് ലക്ഷ്മിയിലോട്ടാണ് പോകുന്നത്. കുറേ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, വർത്തമാനം ഉണ്ടാവുന്നുണ്ട്. പൊതുവെ ഒരു ഗസ്റ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മി ഇപ്രാവശ്യം വലിയ റെസ്പെക്റ്റ് ഒന്നും കണ്ടില്ല. ലക്ഷ്മി നന്നായി എതിർത്ത് പറയാൻ തുടങ്ങി, തിരിച്ചു പറയാൻ തുടങ്ങി, വർത്താനാവുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. റിയാസും വിട്ടുകൊടുക്കുന്നില്ല, ലക്ഷ്മിയും വിട്ടുകൊടുക്കുന്നില്ല, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം. റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത് മാത്രമേ ഞാൻ ബേസിക്കലി പ്രതീക്ഷിക്കുന്നുള്ളൂ. റിയാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ എനിക്ക് ഇഷ്ടമാണെങ്കിലും റിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി തോന്നിയിട്ടില്ല. LGBTQ കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. വളരെയധികം സ്ട്രഗിൾ ഫേസ് കൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും, എന്നാൽ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ഫേസിൽ നിൽക്കുന്ന എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഈ ടാഗ് ലൈനിലുണ്ട്. അവരിൽ ഒരാളിലും കാണാത്ത ഒരു പെരുമാറ്റവും ഒരു ആറ്റിറ്റ്യൂഡും ഒരു കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷനുമാണ് റിയാസ് സലീമിൻ്റെ സൈഡിൽ. എല്ലാത്തിനോടും അഹങ്കാരം, എല്ലാത്തിനോടും പുച്ഛം, എല്ലാവരോടും വെറുപ്പ്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തെറ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നല്ല മനസ്സുള്ള ഡിമാൻഡുള്ള നല്ല മനുഷ്യനാവണം. ഐ തിങ്ക് യു ആർ നോട്ട് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് ആ ക്വാളിറ്റി വരാൻ ചാൻസ് ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ പുറത്തുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് യൂസേഴ്സിന്റെ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഇതാണ് സംഭവം. പുറത്തുള്ള കുറേ ലൂസേഴ്സിൻ്റെ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. LGBTQ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കുന്ന പുറമെയുള്ള ജനങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് താങ്കൾ ഈ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്നത് എന്നാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുറമെയുള്ള വ്യക്തിനെ ഈ പെർട്ടിക്കുലർ വ്യക്തി വിളിച്ചത് ലൂസേഴ്സ് ആയിട്ടും, പിന്നെ അഖിൽമാരാറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ക്രിമിയായിട്ടും, അങ്ങനെയൊക്കെ ഈ പെർട്ടിക്കുലർ ആൾ വിളിച്ചിട്ടുണ്ട്. അതും തന്നെ റിയാസ് സലീമിൻ്റെ ആ തേജോ വികാരം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം താങ്കൾ മേ ബി ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളാവാം, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, എന്തും ആവാം. അപ്പം ഇങ്ങനെ ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ കുറിച്ച് മോശമായ ഒരു കാര്യം സ്പ്രെഡ് ചെയ്തപ്പം താങ്കൾ ഡിസ്റ്റർബ്ഡ് ആയി. അപ്പം താങ്കൾ ഈ മേ ബി ഈ ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പം താങ്കളുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ലക്ഷ്മിക്ക് എഗെയിൻസ്റ്റ് പണി കൊടുക്കുക, അല്ലെങ്കിൽ ലക്ഷ്മീനെ കൊണ്ട് LGBTQ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു എയിം ആയിരിക്കും മേ ബി കയറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രത്തോളം ചൊറിയുന്നതും ഇത്രത്തോളം കോൺവെർസേഷൻ ഉണ്ടാവുന്നതും ഒക്കെ. ഇപ്പോൾ ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തി മേ ബി ലക്ഷ്മീൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണെങ്കിലും പുള്ളിക്കാരി ആ ടാസ്കിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി ആ ടാസ്കിൽ നിന്ന് മാറി വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് പേഴ്സണലി തെറ്റാണ്. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിൽ പോവാം. പക്ഷേ ഇങ്ങനൊരു സ്പേസിൽ നിന്നുകൊണ്ട് ആ ടാസ്ക് തന്നെ കംപ്ലീറ്റ്ലി മറന്നുപോയി ടാസ്കുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവിടെ കയറി പറയുന്നത് ശരിയായിട്ട് എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും ഈ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് സെക്കൻഡ് തിങ് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ലോകത്തുള്ള എല്ലാവരും LGBTQ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ആർക്കുമില്ല. കാരണം ഹോമോസെക്ഷുവാലിറ്റിയിലും അല്ലെങ്കിൽ ഹെട്രോസെക്ഷുവാലിറ്റിയിലും ആൾക്കാർക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഹെട്രോസെക്ഷുവാലിറ്റി ആൾ ഹോമോസെക്ഷുവാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട. ഇവിടെ നിങ്ങളെപ്പോലെയുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഒന്ന് ഭയങ്കര ഫ്ലറിഷ്ഡ് ആയിട്ട് എല്ലാവരും കാണുന്നതിലോട്ട് വന്നത്. പണ്ടും ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ ഈ കാര്യത്തെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള നോളജ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സാധനം, അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിസിഷനിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു സാധനം ചെയ്യാൻ പറ്റും. റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഷോയിൽ വന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അരമണിക്കൂർ എടുത്ത് നല്ല മനോഹരമായിട്ട് എന്താണ് ഈ കമ്മ്യൂണിറ്റി അല്ലെ എന്താണ് LGBTQ എന്നൊരു സ്പീച്ച് ചെയ്ത് ഒരു അത്യാവശ്യം നോളജ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി അവരൊന്ന് റീതിങ്ക് ചെയ്യും. ഇൻസ്റ്റെഡ് നിങ്ങളുടെ ആശയം മാത്രമാണ് ശരി, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ആശയത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് കരുതി കാണിച്ചതാണ് ഇവിടെ വിഷയമായിട്ടുള്ളത്. ഇനി അഖിൽമാർ ഈ പെർട്ടിക്കുലർ ടോപ്പിക്കായി റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. റിയാസിനോട് നമ്മുടെ സീസണിൽ വന്നപ്പോൾ തൊട്ട് പറയാനുള്ള കാര്യം, നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. മറ്റൊരാളുടെ ചിന്തകളെയും മറ്റൊരാളുടെ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ച് എനിക്ക് ഇത്രത്തോളം നോളജ് കിട്ടിയത് ഞാൻ 1 മന്ത് ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്നതുകൊണ്ടാണ്. അപ്പോൾ ആ നോളജ്, ആ അറിവ്, ആ എക്സ്പീരിയൻസ് ആണ് എന്നെ പലതും പഠിപ്പിച്ചത്. പക്ഷെ ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും ഈ അറിവും ഈ നോളജും ഈ എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. അപ്പം എന്ന് അവർക്ക് ആ അറിവും നോളജും അക്സെപ്റ്റൻസും എക്സ്പീരിയൻസും അവർക്ക് കിട്ടുന്നോ അന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് അവരിലുണ്ടാവും. അപ്പം അവരുടെ ആ ഒരു നോളജ് കുറവിനെയോ അല്ലെങ്കിൽ ആ സാധനത്തിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ. എൻ്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുള്ള കുറച്ച് കൃമികൾ എന്ന് പറഞ്ഞ് നീ സംസാരിച്ചു. പുറത്തുള്ള കുറേ കൃമികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ തള്ളി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിന്റെ പോലെ നടക്കുന്ന ആൾക്കാരൊന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എന്ന് കരുതിയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരാൾ മോശം പെരുമാറിക്കഴിഞ്ഞാൽ അത് മോശമാണെന്ന് തന്നെ പറയുകയും ചെയ്യും. എൻ്റെ സീസണിലെ നാദ്രയെ ഞാൻ ചേർത്ത് പിടിച്ചപ്പോൾ കഴിഞ്ഞ സീസണിലെ ജാൻമണിയെ തള്ളി പറയേണ്ടി വന്നത് ജാൻമണിയുടെ ഒരു ആക്ടിൻ്റെ പേരിൽ മാത്രമാണ്, അല്ലാതെ ജാൻമണി എന്ന് പറയുന്ന വ്യക്തിയല്ല. ഇവിടെ ആണുങ്ങളുടെ കൂട്ടത്തിലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും തെറ്റ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ തള്ളി പറയുന്നത് അത് ആണായതുകൊണ്ടോ പെണ്ണായതുകൊണ്ടോ അല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇപ്പോൾ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് റിയാസിന് സംസാരിച്ച സമയത്ത് നീ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. പുറത്തുള്ള കുറേ ലൂസേഴ്സിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു. സീസൺ 5 വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുറത്തുള്ള കുറച്ച് കൃമികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും കൃമികളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ? അഖിൽമാര ദ ഓൾവേസ് ദി തഗ്. പുള്ളി ചോദിച്ചൊരു ചോദ്യം സത്യമാണ്. ഒരു ഹെട്രോസെക്ഷുവാലിറ്റി കപ്പിളിൽ നിന്നാണ് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. അപ്പം അവരെയും ഈ ക്രിമി അല്ലെങ്കിൽ ലൂസേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇറ്റ് വാസ് എ റൈറ്റ് ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്ത് മിസ്റ്റേക്കാണ് ഉള്ളത്? അപ്പം ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് റിയാസിൻ്റെ സൈഡിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ യു ആർ ജസ്റ്റ് ഭയങ്കര സൂപ്പർബായിട്ടുള്ള വ്യക്തിയാണ്. ആളുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയാണെങ്കിലും ആളുടെ വീഡിയോ ആണെങ്കിലും ആളുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ഒക്കെ സൂപ്പറാണ്. പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ടും പോരാ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റണം. ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു കാര്യത്തിനും കൂടെ ഉപയോഗിച്ച് നോക്ക്. കുറേ കാര്യങ്ങൾ സത്യസന്ധമായി ഒന്ന് 4 ആളുടെ അടുത്ത് തുറന്നു പറഞ്ഞു നോക്ക്. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ട് ഭയങ്കര വലുതാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള നോളജ് കൊടുക്കാണ്ട് നമുക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റീനെ ഒന്നും പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം നോളജ് കൊടുക്കാത്തിടത്തോളം കാലം അവരെ കുറ്റം പറഞ്ഞ് നടന്നിട്ടും കാര്യമല്ല. സോ ലക്ഷ്മീൻ്റെ പോലെയുള്ള ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ഡെഫിനറ്റ്ലി. കാരണം അവർ ഇത്രയും വലിയ ജനറേഷനിൽ ഇത്രയും സ്ഥലത്ത് ജീവിച്ചിട്ട് ലാലേട്ടൻ വരെ അല്ലെ പല ആൾക്കാർ വരെ പല കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ കമ്മ്യൂണിറ്റീനെ മാറ്റി നിർത്തി അകൽച്ചയും വെറുപ്പും കാണിക്കുന്ന ഒരാളാണ് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ പുറമേയുള്ള ആൾക്കാർ അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാനും തോന്നില്ല. സോ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് ഈ ഒരൊറ്റ കാര്യം കൺവേ ചെയ്യാനുള്ളൂ. അഹങ്കാരവും തലക്കനപ്പും ഒക്കെ വളരെ നല്ലതാണ്, പക്ഷെ അതിനു മുമ്പ് തിങ്ക് റൈറ്റ് ആളുടെ അടുത്താണോ ഇത് കാണിക്കുന്നേ എന്നുള്ളത്, അല്ലെങ്കിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം.
ലക്ഷ്മീൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ പിടിച്ചെങ്കിൽ റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിപ്പോൾ കത്തിക്കയറാൻ പോകുന്നൊരു വിഷയമായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.